BC 600-700 കാലഘട്ടത്തിലാണ് ലോകത്ത് സർജറിക്ക് തുടക്കം കുറിച്ചത്. നമ്മുടെ രാജ്യത്ത് ഭാരതത്തിൽ സുശ്രുതൻ ആരംഭിച്ച വൈദ്യശാസ്ത്ര രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങളിലൊന്നായിരുന്നു സർജറി. അവിടെ നിന്നിങ്ങോട്ട് വൈദ്യശാസ്ത്ര മേഖലയിൽ തൻ്റേതായ ഒരു സ്ഥാനം നമ്മുടെ രാജ്യം നേടിയെടുക്കുകയും ചെയ്തു. ഇന്ന് ലോകത്ത് ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള തൊഴിൽ മേഖലകളിൽ ഒന്നായ ഈ വൈദ്യശാസ്ത്ര മേഖലയിലേക്ക് കുട്ടികളെ ഏറ്റവും കൂടുതൽ റിക്രൂട്ട് ചെയ്യപ്പെടുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്നാണ്. UK-യിലും കാനഡയിലും ഓസ്ട്രേലിയയും പോലുള്ള രാജ്യങ്ങളിൽ, ജർമ്മനി പോലുള്ള രാജ്യങ്ങളിലേക്കാണ് ഏറ്റവും അധികം ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ ഈ ഒരു മേഖലയിൽ നടക്കുന്നത്. നമ്മുടെ രാജ്യത്തെ കുട്ടികളുടെ ക്വാളിറ്റി, വൈദ്യശാസ്ത്ര മേഖലയിലെ ആ ഒരു പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ വലിയ സാധ്യതകളുടെ അനന്തമായ ലോകത്തേക്ക് നമ്മുടെ കുട്ടികൾ എത്തിച്ചേരുമ്പോൾ നമ്മുടെ രാജ്യത്തൊരു ഡിവൈൻ കൾച്ചർ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലേക്ക് ഈ ഒരു തൊഴിൽ മേഖല മാറിയിരിക്കുന്നു. വെറും ഒരു ബിസിനസ് എന്നതിനപ്പുറത്തേക്ക്, ഒരു തൊഴിൽ മേഖല എന്നതിനപ്പുറത്തേക്ക് അനുകമ്പയും സഹാനുഭൂതിയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു തൊഴിലിടമായിട്ട് ഇത് മാറ്റപ്പെട്ടപ്പോൾ ഏതാണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം 1000 മനുഷ്യർക്ക് ഒരു ഡോക്ടർ എന്ന നിലവാരം കീപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് ഇന്ത്യയിൽ ഏതാണ്ട് 1000 പേർക്ക് 1.4 ഡോക്ടേഴ്സ് ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ എവിടെയാണ്? ഡോക്ടേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. ആ ഒരു ഒക്കുപേഷണൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് വലിയ പോരായ്മകളുണ്ട്. കാരണം നഗരവാസികളായ ജനങ്ങൾക്കിടയിൽ ധാരാളം ഡോക്ടേഴ്സ് അവരുടെ പ്രാക്ടീസുമായിട്ടിരിക്കുമ്പോൾ ഗ്രാമാന്തരങ്ങളിൽ മതിയായ ചികിത്സാ സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്തു വരുന്നതിന് ഡോക്ടേഴ്സിൻ്റെ സേവനം ലഭ്യമാക്കുന്നതിൽ നമ്മൾ കുറച്ച് പിന്നോട്ട് പോയിരിക്കുന്നു. നഗരപ്രദേശങ്ങളിലെ വലിയ ജനസംഖ്യ ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് ഈ 1:1000:1 എന്ന ആ ഒരു റേഷ്യോ കീപ്പ് ചെയ്യാൻ നമുക്ക് കഴിയാതെയും വരുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യത്തിലധികം ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഇവരുടെ ഒരു ഒക്കുപേഷണൽ ഡിസ്ട്രിബ്യൂഷനിൽ കുറേ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് തന്നെ വാർഷികമായി ഏതാണ്ട് 22% വാർഷിക വളർച്ചാ നിരക്കാണ് ഭാരതത്തിൽ പോലും മെഡിക്കൽ മേഖലയിൽ നമുക്ക് കാണാൻ കഴിയുക. അവിടെയാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ തൊഴിൽ സാധ്യതകളുടെ വലിയ ലോകം നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന സാധ്യതകളുടെ വലിയൊരു ലോകം നമുക്ക് കാണാൻ കഴിയുക. MBBS പഠനം സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾ, ആധുനിക വൈദ്യശാസ്ത്ര മേഖലയിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച് അവർ +2 50% മാർക്കോടെ പാസ്സാവേണ്ടതുണ്ട്. ഇത്തരത്തിൽ 50% മാർക്കോടെ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച് പാസ്സാകുന്നൊരു കുട്ടി നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റുകളിലൊന്നായിട്ടുള്ള നീറ്റ് എക്സാമിനേഷൻ എഴുതേണ്ടതുണ്ട്. ആ നീറ്റ് എക്സാമിനേഷനിലൂടെ മെഡിക്കൽ കോഴ്സുകൾക്ക് യോഗ്യത നേടുമ്പോൾ നമുക്കറിയാം 50% മാർക്ക്, 15th പെർസെൻറ്റൈൽ സ്കോർ എന്ന് പറയുന്ന പരീക്ഷ എഴുതിയ കുട്ടികളിൽ ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയ ആളുടെ മാർക്കിനെ 0 ആയിട്ടും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആളുടെ സ്കോറിനെ 100 ആയിട്ടും കൺവേർട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്ത് വരുന്ന സ്കോർ നേടിയ കുട്ടികളെയാണ്, അതിന് മുകളിലേക്ക് സ്കോർ നേടിയ കുട്ടികളെയാണ് നീറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്തതായിട്ട് കണക്കാക്കപ്പെടുക. ഇത്തരത്തിൽ 15th പെർസെൻറ്റൈൽ സ്കോറോ അതിന് മുകളിലോ കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമാണ് MBBS പോലുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. മെഡിക്കൽ പഠനം ആഗ്രഹിക്കുന്ന ഒരു കുട്ടി സ്വാഭാവികമായിട്ടും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകൾക്ക് നല്ല നിലവാരത്തോടെ പഠിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ആദ്യം നടത്തേണ്ടതാണ്. അങ്ങനെ നീറ്റ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്ത് നാഷണൽ മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ള സിലബസ് പ്രകാരമുള്ള പഠന ക്രമങ്ങളിലൂടെ നീറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യുന്ന ഒരു കുട്ടി ഏതാണ്ട് ഒരു 160-നും 720-നും ഇടയിലുള്ള സ്കോർ നിർബന്ധമായും കൈപ്പറ്റാൻ കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അത് ക്വാളിഫൈ ചെയ്തതായി കണക്കാക്കാൻ കഴിയൂ. അപ്പോൾ ഇത് ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കുമെങ്കിൽ പോലും നമുക്കൊരു അഷോർഡ് സ്കോർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു 160-നും 720-നും ഇടയിലുള്ള സ്കോറായിരിക്കും. പക്ഷേ 160 കിട്ടിയാൽ നമുക്ക് നല്ല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുകയില്ല. നല്ല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഗവൺമെൻറ് കോളേജുകളിൽ എയിംസ് പോലുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഏതാണ്ട് 720-ന് അടുത്ത് തന്നെ സ്കോർ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ പരീക്ഷാക്രമത്തിലുള്ള പ്രത്യേകതകൾ, നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റമുള്ള ഒരു പരീക്ഷയാണിത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് പരീക്ഷയിൽ കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നീറ്റ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്ത് പരമാവധി പരീക്ഷകൾ എഴുതി നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകുന്ന തരത്തിൽ സ്വയം ക്രമീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ക്രമീകരിക്കപ്പെടുമ്പോൾ ആധുനിക കാലഘട്ടം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് പഠന മേഖലയിലും മാറ്റങ്ങൾ ആവശ്യമാണ്. രാവും പകലും വർക്ക് ചെയ്യാനുള്ള മനസ്ഥിതി ഉണ്ടായിരിക്കണം. വലിയ തോതിലുള്ള ക്രൈസിസ് മാനേജ്മെൻറ്റ്, ട്രോമ കെയർ സ്കില്ലുകൾ ഉണ്ടായിരിക്കണം.
അതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലവിധങ്ങളായിട്ടുള്ള പേഷ്യൻസിനെ സഹാനുഭൂതിയോടുകൂടെ സമീപിക്കാൻ കഴിയണം. അവരുടെ വലിയൊരു ആശ്രയമാണ് ഡോക്ടർ. അവരുടെ സാമീപ്യം, അവരുടെ വാക്കുകൾ, അവരുടെ സ്പർശനം കൊണ്ട് തന്നെ പലപ്പോഴും രോഗിയുടെ രോഗാവസ്ഥയെ നമുക്ക് മറികടക്കാൻ കഴിയുന്നതായി അനുഭവങ്ങൾ, നിരവധി സാക്ഷ്യങ്ങൾ നമുക്ക് മുമ്പിൽ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പെരുമാറ്റ രീതികൾ, ആ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ, ഒരു ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് സമൂഹത്തിൽ കിട്ടുന്ന ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ സ്റ്റാറ്റസിനൊപ്പം തന്നെ സാക്രിഫൈസ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണം. ചിലപ്പോൾ നമ്മുടെ ഫാമിലി ടൈം മറ്റൊരു രോഗിക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതായിട്ട് വന്നേക്കാം. തൻ്റെ ഹോളിഡേയ്സ് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ചിലവഴിക്കേണ്ടതായിട്ട് വന്നേക്കാം. ഉറക്കമില്ലാത്ത രാവുകൾ സർജറിക്കും മറ്റുമായി ചിലവഴിക്കേണ്ടി വന്നേക്കാം. ഇങ്ങനെയുള്ള സാധ്യതകളെ മനസ്സിലാക്കിക്കൊണ്ട് അത്തരമൊരു തൊഴിൽ മേഖലയിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് കടന്നു ചെല്ലുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. തീർച്ചയായിട്ടും മെഡിക്കൽ മേഖലയിൽ നമുക്ക് MBBS എന്ന് പറയുന്ന ബാച്ചുലർ ഡിഗ്രി കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ നമുക്ക് അതിൻ്റെ ഉപരിപഠന സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ കഴിയണം. വിവിധങ്ങളായിട്ടുള്ള സ്പെഷ്യലൈസേഷനുകൾ, അനവധി സ്പെഷ്യലൈസേഷനുകളാണ് നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളത്. അത് ഓങ്കോളജി ആകാം, കാർഡിയോളജി ആകാം, നിരവധിയായിട്ടുള്ള മേഖലകളിലേക്ക് നമുക്ക് പോകുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ജനറൽ മെഡിസിനും പൾമണറി മെഡിസിനും ഒക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അത്തരത്തിലുള്ള മേഖലകളിലേക്ക് പോകാനായിട്ട് സാധ്യതകളുണ്ട്. കാർഡിയോ വാസ്കുലർ സർജറി പോലുള്ള സർജറി മേഖലകളിൽ സ്പെഷ്യലൈസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ MDയും ഒക്കെ എടുത്ത് ഉപരിപഠന സാധ്യതകളിൽ സ്പെഷ്യലൈസ് ചെയ്താൽ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു ഡോക്ടർ ജനിക്കുന്നുള്ളൂ എന്നതാണ് ഇന്നത്തെ അവസ്ഥ. MBBS ഉള്ള ഒരാൾക്ക് കിട്ടുന്നതിൻ്റെ വളരെ വലിയ ഒരു ശമ്പളവും വലിയ റെമ്യൂണറേഷനും റെപ്യൂട്ടേഷനും തന്നെയാണ് പോസ്റ്റ് ഗ്രാജുവേഷനുള്ള ഒരു ഡോക്ടർക്ക് ലഭിക്കുക. അപ്പോൾ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി നേടിയെടുക്കുന്നതിനും മാക്സിമം എക്സ്പീരിയൻസ് നേടിയെടുക്കുന്നതിനും ആഡ് ഓൺ ചെയ്യാവുന്ന മാക്സിമം കോഴ്സുകൾ പഠിക്കുന്നതിനുമുള്ള ഒരുപക്ഷെ നമ്മുടെ കരിയർ എന്നുവരെ നമ്മൾ കൊണ്ടുപോകുന്നു അന്നുവരെ നിരന്തരം അപ്ഡേഷൻ ആവശ്യമായിട്ടുള്ള ഒരു തൊഴിൽ മേഖലയാണ് യഥാർത്ഥത്തിൽ ഇത്. നമുക്ക് ലോകമെമ്പാടും വലിയ തോതിൽ ഡോക്ടേഴ്സിൻ്റെ മെഡിക്കൽ മേഖലയിൽ വലിയ തോതിലുള്ള ആവശ്യകത ഉയർന്നു വരുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വിദേശങ്ങളിൽ വലിയ ഡിമാൻഡാണ്. കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ വലിയൊരു പ്രത്യേകത, നമ്മുടെ മെഡിക്കൽ കൗൺസിലിൻ്റെയൊക്കെ അവർ കീപ്പ് ചെയ്യുന്ന നിലവാരത്തിൻ്റെ പ്രത്യേകത, ഈ പ്രത്യേകതകളിലൂടെ തീർച്ചയായിട്ടും നമുക്ക് പഠിച്ച് നല്ല ഒരു തൊഴിൽ മേഖല കണ്ടെത്തുന്നതിന് തീർച്ചയായിട്ടും കഴിയും. ഏതാണ്ട് ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റൊക്കെ കഴിയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു കണക്ക് പ്രകാരം ഒരു 896 895 വരെ സ്കോറുള്ള റാങ്കുള്ള ആൾക്കാർക്കാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് ഗവൺമെൻറ് കോളേജുകളിൽ. പ്രൈവറ്റ് കോളേജുകൾ, സെൽഫ് ഫിനാൻസിങ് കോളേജ് വരുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടി താഴോട്ട് വരും. അപ്പോൾ ഈ ഒരു സ്കോർ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുക. തേർഡ് അലോട്ട്മെൻറ്റും അലോട്ട്മെൻറ്റൊക്കെ ഉണ്ട്, അവിടെ താഴേക്ക് വന്നേക്കാം. പക്ഷേ നമ്മളൊരു സെക്യൂർഡ് ആയിട്ടുള്ള മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ കിട്ടുന്നതിന് എപ്പോഴും ഒരു 860 870 കുറയാത്ത ഒരു റാങ്ക് എപ്പോഴും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. വിദേശ പഠനം ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് 3 വർഷത്തിനുള്ളിൽ നീറ്റ് ക്വാളിഫൈ ചെയ്ത് 1 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ചേരണമെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ 3 വർഷത്തിനുള്ളിൽ അവർക്ക് പോയി ചേരാൻ കഴിയും. 3 വർഷത്തേക്ക് അതിന് വിദേശ രാജ്യങ്ങളിൽ നമുക്ക് വാലിഡിറ്റി ഉപയോഗിക്കാനായിട്ട് കഴിയും. കാരണം അവിടുത്തെ ഇൻടേക്കിൻ്റെ ടൈമും നമ്മുടെ ഇൻടേക്കിൻ്റെ ടൈം ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിലുള്ളൊരു ആനുകൂല്യം അവിടെ ലഭ്യമാണ്. വിസ പ്രോസസ്സിങ്ങും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ മതിയായ സമയം വേണ്ടതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇളവ് നമുക്ക് നൽകിയിട്ടുള്ളത്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട അനവധി ഘടകങ്ങളുണ്ട്. ODPC പോലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള പഠനത്തിനുള്ള സാധ്യതകൾ നമുക്ക് സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താം. അതേപോലെ തന്നെ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ള ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ള സിലബസ് ആദ്യം എടുത്തിട്ട് ഈ സിലബസ് തന്നെയാണോ അവിടെ പഠിപ്പിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിൽ നിന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള സിലബസുകളാണ് പല സ്ഥലത്തും ഉള്ളത്. ഇപ്പോൾ റഷ്യയിലൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ നമ്മുടെ ഈ ഒരു സിലബസ് കൂടാതെ വിവിധങ്ങളായിട്ടുള്ള മറ്റ് സബ്ജക്റ്റുകളുണ്ട്. ഇന്ത്യൻ കൾച്ചർ, വെസ്റ്റേൺ കൾച്ചറൊക്കെ പഠിക്കേണ്ടി വരും ചിലയിടത്ത്. അപ്പോൾ ഇതൊന്നും പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മാനേജ്മെൻറ്റ് പഠിക്കേണ്ടതായിട്ട് വരും. അതൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മൾ പഠിക്കേണ്ട സബ്ജക്റ്റ് അവിടെ പഠിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തണം. ലാംഗ്വേജും തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ആയിരിക്കണം. പഠിക്കുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ല എങ്കിൽ നമുക്ക് തിരിച്ചിവിടെ വന്നിട്ട് ഈ ഒരു ക്രൈറ്റീരിയ പാലിക്കാത്ത ഒരാൾക്ക് തിരിച്ചിവിടെ വന്ന് രജിസ്ട്രേഷന് പരിമിതികളുണ്ട്. അതേപോലെ തന്നെയാണ് ഹൗസ് സർജൻസി. പല രാജ്യങ്ങളിലും ഹൗസ് സർജൻസി വരുന്നത് പഠനത്തിൻ്റെ ഒപ്പം തന്നെയാണ്. നമുക്കത് പോരാ. പഠനം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമുക്കിവിടെ ഹൗസ് സർജൻസി കൗണ്ട് ചെയ്യുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള
ഘടകങ്ങളെക്കുറിച്ച്, അത്തരത്തിലുള്ള സാധ്യതകളെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിട്ടായിരിക്കണം. അതുപോലെ തന്നെ അനാട്ടമി പഠിപ്പിക്കുന്നത് ചില സ്ഥാപനങ്ങളിൽ ഡെഡ് ബോഡിയിലല്ല, പകരം മോഡലിലോ പടത്തിലോ ഒക്കെ ആയിരിക്കും. നമുക്കത് പോരാ, ഡെഡ് ബോഡിയിൽ തന്നെ അനാട്ടമി പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധം വളർത്തിയതിന് ശേഷമായിരിക്കണം നമ്മുടെ കുട്ടികൾ മെഡിക്കൽ പഠനത്തിന് ഇറങ്ങിത്തിരിക്കേണ്ടത്. അനന്തമായ സാധ്യതകൾ തന്നെ നമുക്ക് ഇന്നുമുണ്ട്. കാരണം ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിൽ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഡോക്ടർ ഉണ്ടെങ്കിലും അതിന് ഡിസ്ട്രിബ്യൂഷനിലുള്ള പ്രോബ്ലം, വിദേശ രാജ്യങ്ങളിൽ ആവശ്യത്തിന് ഡോക്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ട് വലിയ തോതിലുള്ള മൈഗ്രേഷനുള്ള സാധ്യതകൾ, ഇതൊക്കെ നമുക്ക് ഈ മേഖലയിൽ ഉപയോഗപ്പെടുത്തി മികച്ച ഒരു തൊഴിൽ സാധ്യതയെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കാം.